ഓം ശ്രീ സായിരാം. 1969 ജനുവരി. ഒരു ദിവസം യാത്ര കഴിഞ്ഞ് ഭഗവാൻ പ്രശാന്തി നിലയത്തിലെത്തി. മുറിവിൽ ഭഗവാനും കൂടെ ഒരു ഭക്തനും. അവിടെ വലിയ ബാഗുകളിൽ കത്തുകളുടെ കൂമ്പാരം. ഏതാനും ദിവസം സ്വാമി അവിടെ ഇല്ലാതിരുന്നതിൻ്റെ ലക്ഷണം. ഭഗവാൻ താഴെയിരുന്നു, അരിയിൽ ഭക്തനും. സ്വാമി കത്തുകളെടുത്ത് നോക്കാൻ തുടങ്ങി. ഏതാനും സമയം കഴിഞ്ഞു. താളത്തിൽ കത്തുകൾ എടുത്തു നോക്കി സ്വാമി ബക്കറ്റുകൾ കാലിയാക്കുകയാണ്. പെട്ടെന്ന് തിരുമൊഴികൾ കത്തിൽ നിന്നും പിൻവലിച്ച് ശൂന്യതയിൽ നട്ടിരിപ്പായി. ഭക്തൻ വിസ്മയിച്ചിരുന്നു. സ്വാമി തെലുങ്കിൽ മെല്ലെ പറഞ്ഞു, മെഹർ ബാബ പോയി. മെഹർ ബാബയെന്ന് ആ ഭക്തൻ കേട്ടിട്ട് പോലുമില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് പ്രൊഫസർ കസ്തൂരി ഭഗവാന്റെ മുറിയിൽ അനുവാദത്തോടെ കയറി ചെന്നു. സ്വാമി കാരണം എന്തെന്ന് തിരക്കി. കസ്തൂരി പറഞ്ഞു, സ്വാമി, മഹാതപസ്യായ മെഹർ ബാബ സമാധിയായി എന്ന വാർത്ത വന്നിരിക്കുന്നു. ആ സമയം ഭഗവാൻ ഭക്തൻ്റെ നേർക്ക് നോക്കി പ്രപഞ്ചരഹസ്യം വെളിപ്പെടുത്തിയതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ മെല്ലെ തിരക്കി, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ജയ് സായിരാം. മെഹർ ബാബ മഹാരാഷ്ട്രയിലെ പേർഷ്യൻ വംശജനായ മഹാനായ ഒരു സിദ്ധപുരുഷൻ. 44 വർഷം മൗനത്തിലായിരുന്നു. ഈശ്വരനെ നേടാനായി 2 വഴികളേ ഉള്ളൂ, സ്നേഹം, സേവനം എന്ന് അദ്ദേഹം ജീവിതം മുഴുവനും ഉപദേശിച്ചു. ഈ പ്രപഞ്ചം ഭഗവാന്റെ തൃക്കൈയിലെ ഒരു ചെറുഗോളം മാത്രം. അതായത് നാം ആ തൃക്കൈയിലാണ്. അതുകൊണ്ട് തന്നെ നാം സുരക്ഷിതരാണ്. കാരുണ്യമൂർത്തിയുടെ തൃക്കരത്തിലാണെന്ന അറിവോടെ ഭയമില്ലാതെ ഇരിക്കാൻ നമുക്ക് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം.